ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. മാതാവും പിതാവുമില്ലാതെ സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷമുള്ള ഒരു മനുഷ്യരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ലോകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കടപ്പാട് ഉള്ളത് രണ്ട് ഇടങ്ങളിലാണ്. ഒന്ന് അവന്റെ റബ്ബിനോടാണ്, രണ്ടാമത് പറയേണ്ടി വരുന്നത് മാതാപിതാക്കളോടാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വശ്യമായ അവതരണ രീതി തന്നെ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം, നമുക്ക് നിർബന്ധമാണ്. എന്നാൽ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കാത്ത മനുഷ്യ ജീവിതങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കുന്നില്ലെങ്കിൽ പോലും അതിൽ പരിഹാരം പറയപ്പെട്ടിട്ടുണ്ട് മിക്കവാറും വിഷയങ്ങളിൽ നമ്മുടെ മതപരമായ നിയമങ്ങൾ. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചില്ലെങ്കിൽ പരിഹാരമുണ്ട്. ഒരു പക്ഷേ അത് നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ മത നിയമങ്ങളിലുമൊക്കെ പരിഹാരങ്ങൾ കാണാൻ കഴിയും. പക്ഷെ അള്ളാഹു വിധിച്ച കാര്യങ്ങളുണ്ട്. റബ്ബ് വിധിച്ചു എന്ന് പറയുന്ന അവന്റെ ആ ജഡ്ജ്മെന്റിന്റെ തീരുമാനങ്ങൾ, അത് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളെക്കാളും അപ്പുറമാണ്. കൽപ്പിക്കുന്ന കാര്യങ്ങളെക്കാളും അപ്പുറം നിൽക്കുന്ന വിധിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ കാര്യങ്ങളാണ് മാതാപിതാക്കളെ നമ്മൾ ഗുണം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടു നടക്കുക എന്ന കാര്യം. നമുക്ക് ആ ആയത്തിലേക്കൊന്ന് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഈ ആയത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മനഃപ്പാടമില്ലെങ്കിലും അതിന്റെ അവസാന ഭാഗം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഭാഗം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന വരികൾ ഖുർആന്റെ ആയത്തുകളാണ്. ഈ ദുആ എല്ലാ മക്കൾക്കും, മുസ്ലിമായ മക്കൾക്കും മിക്കവാറും അറിയാവുന്നതാണ്. ബാലപാഠങ്ങളിൽ അള്ളാഹുവിന്റെ ദീൻ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ പദവി ഏറ്റിക്കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തോടു കൂടി ദീർഘായുസ് നൽകട്ടെ. ഈ ആയത്ത് പറയുന്നത് വഖളാ റബ്ബുക, അങ്ങയുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ വിധി പ്രഖ്യാപനം. എന്താ വിധി? അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അള്ളാഹനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അള്ളാഹിന്റെ വിധിയാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ, അവന്റെ ഏകാധിപത്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, നമ്മൾ അതിന് വിധേയരായേ പറ്റൂ. അള്ളാഹു അള്ളയാണെന്നും നമ്മൾ അവന്റെ അടിമയാണെന്നുള്ള ഈമാനിന്റെ അടിസ്ഥാന തത്വം അള്ളാഹുവിന്റെ വിധിയാണ്. അത്രത്തോളം പ്രാധാന്യത്തിൽ തന്നെയാണ് അള്ളാഹു പിന്നെ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, നന്മ ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരെ സംരക്ഷിക്കുക. ഇത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ വിധിയാണ്, അതായത് ഇത് ചെയ്യാതിരുന്നാൽ പരിഹാരമില്ല. അത്രത്തോളം അള്ളാഹു തആല ഗൗരവത്തോടു കൂടെ സൂചിപ്പിച്ച കാര്യമാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ അടുക്കൽ അവർ താമസിക്കുന്ന കാലത്ത്, നിന്റെ അടുക്കൽ അവർക്ക് അഭയം കൊടുക്കേണ്ടി വരുന്ന കാലഘട്ടത്തിൽ, ഒരുപക്ഷെ അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും നിന്റെ അടുക്കൽ നല്ല പ്രായം എത്തിക്കുന്ന ഒരു കാലത്ത്, അവർക്ക് പ്രായമുണ്ട്, ആ സമയം അവരുടെ ആ പഴയ പ്രസരിപ്പും അവരുടെ പഴയ ചോരത്തളപ്പും ഒക്കെ ഇല്ലാത്ത ആ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന സമയത്ത് ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ഉഫ് എന്ന പ്രയോഗത്തിൽ അർത്ഥമാക്കപ്പെടുന്ന ഒന്നും പറയാനേ പാടില്ല.
ഉഫ് എന്നതിന്റെ അർത്ഥം ആപേക്ഷികമാണ്. ചേ എന്നൊക്കെ പറയാറുണ്ട്, ചേ അല്ല. നെറ്റി പോലും ചുളുക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു പ്രതികരണവും നിന്നിൽ പാടില്ല, അതാണ് പറഞ്ഞത്. അവരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രതികരണവും പാടില്ല. അള്ളാഹു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തത്തോടു കൂടെ തന്നെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അവരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രതികരണവും നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. വലാ തൻഹറുഹുമാ, അവരെ വിരട്ടാൻ പാടില്ല. പിന്നെയോ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, എഴുതി വായിക്കുന്ന പോലെ വേണം മാതാപിതാക്കളോട് സംസാരിക്കാൻ. ഖൗലുൻ കരീം എന്ന് പറഞ്ഞാൽ ബഹുമാനത്തിൽ മാത്രം പറയുന്ന വർത്തമാനങ്ങൾ മാത്രമേ മാതാപിതാക്കളോട് പറയാവൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഏതൊരു നാവിലായിരിക്കും അത് വരാം. എത്രമാത്രം പുണ്യം നിറയുന്ന നാവിൽ മാത്രമാണ് ഈ ബഹുമാനമുള്ള വർത്താനം വാപ്പാനോടും ഉമ്മാനോടും വരാം. അവരോട് ബഹുമാനം നിറഞ്ഞ വാക്കുകളെ പറയാൻ പാടുള്ളൂ. വാർദ്ധക്യത്തിലെത്തുന്ന കാര്യമാണല്ലോ ഇപ്പൊ പറഞ്ഞത്. രണ്ടുപേർക്കും നിങ്ങൾ കാരുണ്യത്തിന്റെ 2 ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രസകരമായി ഈ ആയത്തുകളുടെ അവതരണം ഒരു മഹാപണ്ഡിതന്റെ വായുകളിൽ നിന്നും കേൾക്കാൻ ഒരിക്കൽ ഇടവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവതരണം ഞാൻ ഓർത്തു പോകാം, സാന്ദർഭികമായി പറയാം. വിനയത്തിന്റെ 2 ചിറകുകൾ നീ താഴ്ത്തി കാരുണ്യത്തോടുകൂടെ അവരോട് ഇടപഴകണമെന്നാണ് പറഞ്ഞത്. നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്താം. ഈ ആയത്തിലൂടെ പറയുന്നത് മനുഷ്യരൂപത്തിൽ ചിറകെന്ന് സങ്കല്പിക്കാൻ കഴിയുന്നത് 2 കൈകളാണ്. 2 കൈകൾ താഴ്ത്തിയിടുക എന്ന് പറഞ്ഞാൽ ഏത് സമയവും അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നീ തയ്യാറാവുകയും സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ഒരു അണച്ചു പിടിക്കൽ 2 പേരോടും നീ നടത്തണം. അതിന് നിന്റെ 2 കൈയും തിരക്കുള്ളതായിരിക്കണം. ഇത് നടത്താൻ വേണ്ടിയിട്ട് മത്സരിക്കണം. പാപ്പയെയും ഉമ്മയും ഇങ്ങനെ ചേർത്ത് പിടിക്കാനാണ് 2 കൈയുള്ളതെങ്കിൽ, പാപ്പാടെ കവിളിലൊന്നു നുള്ളാനാണെങ്കിൽ, ഇങ്ങനെയൊക്കെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ നിന്റെ 2 കൈകൾ ഉപയോഗിക്കാം. അവരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടുകൂടെയും സ്വാന്തനപ്പെടുത്താൻ നിന്റെ 2 കൈകൾ ഉപയോഗിക്കാം. മാത്രവുമല്ല, ഇനി നിന്റെ നാവ് ഉപയോഗിക്കേണ്ടത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായിരിക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ഞാൻ ചെറുതായിരുന്നപ്പോൾ അവർ എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർക്കാനേ കഴിയുന്നില്ല, എനിക്ക് അറിയില്ല. അതിന് തെളിവും സാക്ഷിയും നീ മാത്രമാണല്ലോ. എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നെന്ന് നിനക്ക് മാത്രമേ അറിയൂ. എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിലെ പരിപാലിച്ച പോലെ എനിക്ക് അവരെ പരിപാലിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, നീ അവരെ പരിപാലിക്കണം, അതിനൊരു കാരണമാക്കണം എന്നെ. ഇത്ര അർത്ഥ വിശാലതയുള്ള ഒരു പ്രാർത്ഥന. എന്റെ മാതാപിതാക്കൾക്ക് റബ്ബേ നീ കരുണ ചെയ്യണം, അവരെ നീ പരിപാലിക്കണമല്ല, അതിന് എന്നെ നീ തെരഞ്ഞെടുക്ക. അതാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നമുക്കൊരു തോന്നലുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് അവസരമുള്ളൂ എന്ന്. അല്ല, മാതാപിതാക്കൾ മരണപ്പെട്ടാലും മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട 5ഓളം കാര്യങ്ങൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ടാലും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ചെയ്യാൻ. 1, ആ മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യം നമുക്ക് നോക്കാം. മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഹദീസ് പറയുന്നുണ്ട്. മഹാനായ സ്വഹാബി മാലിക് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ബനൂ സലമ ഗോത്രത്തിൽ നിന്നും ഒരാള് ഞങ്ങളുടെ സദസ്സിലേക്ക് വന്നു. ഹബീബിന്റെ സദസ്സിൽ ആഗതൻ വന്നുകൊണ്ട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ ബഖിയ മിൻ ബർരി അബവയ്യ ശൈഉൻ അബർറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ. എന്റെ വാപ്പയും ഉമ്മയും മരിച്ചു നബിയെ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളായ ഞങ്ങൾ ചെയ്യേണ്ട വല്ലതും ഉണ്ടോ നബിയെ?
മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് വേണ്ടി മക്കൾ ചെയ്യേണ്ട വല്ല ഗുണവുമുണ്ട് നബിയെ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 5 എണ്ണമുണ്ട്. നഅം. ഒന്നാമത്തേത് അസ്സലാത്തു അലൈഹിമാ. നമ്മൾ പലപ്പോഴും ഈ ഹദീസ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ഹബീബ് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, ജീവിച്ചിരിക്കുന്ന മക്കളെ നിങ്ങൾ ഒരു മയ്യത്ത് നിസ്കാരം പഠിച്ചു വെക്കലാം. ജീവിച്ചിരിക്കുന്ന ആൺമക്കളോട് പ്രത്യേകം പറയട്ടെ, നല്ലൊരു കുറ്റമറ്റ മയ്യത്ത് നിസ്കാരം ഒന്ന് പഠിച്ചു വെക്കണം. എന്തിനാ? നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നിസ്കരിച്ചു കൊടുക്കണം. കയ്യങ്ങനങ്ങൾ കെട്ടണം നിസ്കാരത്തിന്റെ അകത്തേക്ക്, മയ്യത്ത് നിസ്കാരത്തിലേക്ക്. 1-ാം തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, 2-ാം തക്ബീറിന് ശേഷം മഹാനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. മയ്യത്ത് നിസ്കാരത്തിന്റെ 3-ാം തക്ബീറിന് ശേഷം മയ്യത്ത് നിസ്കാരത്തിന്റെ മർമ്മപ്രധാന ഭാഗം, മയ്യത്തിന് വേണ്ടി പൊറുക്കൽ തേടിക്കൊണ്ടുള്ള ദുആ. ആ ദുആ പടച്ച റബ്ബേ, അത് പറയുമ്പോ, അത് അവനവന്റെ വാപ്പാക്ക് പറയുമ്പോ സ്വന്തം മക്കള് തന്നെ പറയണം. അതാരെ ഏൽപ്പിക്കരുത്. സാന്ദർഭികമായി പറയാം, ഞാൻ ഈ ഹദീസിനർത്ഥം പറഞ്ഞത് മയ്യത്ത് നിസ്കാരം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മക്കള് പഠിച്ചു വെക്കണം എന്നല്ലേ? എന്താ കാരണം? കർമ്മശാസ്ത്രത്തിന്റെ നിഗമനത്തിൽ ഈ നിസ്കാരത്തിന് തെറ്റുണ്ടാവാൻ പാടില്ല. കാരണം ഇവനെ തുടർന്ന് നിസ്കരിക്കുന്നത് വല്ല പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രം പഠിച്ച മനുഷ്യന്റെ നിസ്കാരത്തെ വഹിക്കാൻ ഇവന് കഴിയണം. അപ്പോൾ ഇവനും കർമ്മശാസ്ത്രപരമായി ഇതിന്റെ കുറ്റമറ്റ രീതിയിൽ ഫിഖ്ഹ് അറിഞ്ഞ് പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചോ അല്ലെങ്കിൽ അതിൻ്റെതായ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് ഈ നിസ്കാരം കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പോഴേ ഇവനേക്കാളും വിവരമുള്ള ആളുകൾ പുറയിലുണ്ടാവും. അവരുടെ നിസ്കാരവും കൂടി ഇവന് വഹിക്കാൻ കഴിയണം. ആ നിസ്കാരം കൂടി വാപ്പാക്കും വാക്കും കിട്ടണം. മയ്യത്ത് നിസ്കാരത്തിന്റെ 3-ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് മയ്യത്തിന് വേണ്ടി പൊറുക്കൽ തേടല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി. അല്ലാഹുവേ, എന്റെ വാപ്പ എന്നെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അല്ലാഹ്. എന്റെ ഉമ്മ എന്നെ വളർത്താൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, പട്ടിണിയുള്ള വയറിലേക്ക് മുണ്ട് മുറുക്കി ഉടുത്തിട്ട് കൊയ്യാൻ പോയിട്ടാണ് എന്റെ ഉമ്മ, പാടത്ത് കൊയ്യാൻ പോയാണ് എന്റെ ഉമ്മ ഞങ്ങൾക്ക് അന്നമൂട്ടിയത്. അല്ലാഹുവേ, ഒരുപാട് വെയിലുകൊണ്ട് പാറമടയില് കരിങ്കല്ല് തല്ലിപ്പൊട്ടിച്ചാണ് എന്റെ വാപ്പ ഞങ്ങൾക്ക് കുടുംബം പുലർത്താൻ കൊണ്ടുവന്നത്. ഒരിക്കലും ഒരു കരിങ്കല്ല് പണിയുന്ന ആൾ എന്റെ കയ്യില് കൈ വെച്ച് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കൈ കണ്ടോ, ഈ കൈ ഹലാലായ സമ്പാദ്യത്തിന്റെ തെളിവ, അത്രയും തഴമ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞ അധ്വാനമാണ്, വിയർപ്പിന്റെ അധ്വാനം. നമ്മുടെ പഴയകാലത്തെ കാരണന്മാരാരാ എന്താ പറയാ അധ്വാനിക്കാതെ ജീവിച്ചിട്ടുള്ളൂ? ഹലാല് മാത്രം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ചത്. അല്ലെങ്കിൽ ഹലാല് മാത്രം സമ്പാദിച്ച് ശീലിച്ച മനുഷ്യന്മാരായ അവര് ജീവിച്ചത്. അതാ നമുക്ക് തിന്നാൻ തന്നത്. അള്ളാഹുവിന്റെ വാപ്പ ഒരു മരം വെട്ടുകാരനായിരുന്നു, ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു. എന്റെ വാപ്പ കഠിനാധ്വാനിയായിരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും എന്റെ വാപ്പയുടെ കഷ്ടപ്പാടിന്റെ അടുക്കൽ എന്റെ വാപ്പാക്ക് വല്ല നിസ്കാരവും ഖളാ ആയിട്ടുണ്ടാവുമല്ലോ തമ്പുരാനെ, എന്റെ വാപ്പാക്ക് വല്ല നോമ്പും പാഴായിട്ടുണ്ടാവുമല്ലോ തമ്പുരാനെ, എന്റെ വാപ്പാടെ വായിൽ എന്തെങ്കിലും അറിയാതെ അപരാധം വന്നിട്ടുണ്ടാവും തമ്പുരാനെ, പാവമാണ് അല്ലാ, എന്റെ ഉമ്മ പാവമാണ് അല്ലാ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ. ഇത് പറയണം. ആര് പറയണം? കണ്ണ് നനഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടോടുകൂടെ പൊന്നുമോൻ പറയണം, മക്കള് പറയണം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് ആൺമക്കളെ, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അവരുടെ മയ്യത്ത് നിസ്കാരം നീ നിർവഹിക്കണമെന്ന ബോധത്തോടുകൂടെ തെറ്റുകൂടാതെ ഒരു നിസ്കാരം പഠിച്ചു വെക്കണം. മയ്യത്ത് നിസ്കാരം പഠിച്ചു വെക്കണം.
പഠിച്ചു വെച്ചവരാണെങ്കിൽ അത് നന്നായിട്ട് നിർവഹിക്കണം എന്നതാണ് ഒന്നാമത്തെ ബാധ്യത. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നല്ല നിലയിൽ, കുറ്റമറ്റ നിലയിൽ അസ്വലാത്തു, കുറ്റമറ്റ നിസ്കാരം നിർവഹിക്കണം. രണ്ടാമത്തേത് വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തിന്റെ പദവി കിട്ടുന്ന കർമ്മങ്ങൾ നീ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് അതിനർത്ഥം. മഗ്ഫിറത്തിന്റെ പദവി കിട്ടുന്ന കർമ്മങ്ങൾ ഭൂമിയിൽ വെച്ച് നീ ചെയ്യണം. അതെങ്ങനെയാ? അല്ലാഹുവേ എന്റെ വാപ്പാക്കും ഉമ്മാക്കും നീ പുറത്തു കൊടുക്കണേ, മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യാം. ഒരു സ്വതക്ക ചെയ്യുമ്പോൾ അതെന്റെ വാപ്പാക്കും ഉമ്മാക്കും എന്ന് കരുതിയിട്ട് സ്വതക്ക ചെയ്യാം. സ്വതക്ക കൊടുക്കുന്ന അവസരം ഖദ് സുന്നാ, മാതാപിതാക്കൾക്കെന്ന് കരുതൽ നന്നാ, അതിനുള്ള പ്രതിഫലം അവരിലേക്കെത്തുന്നതാ, ഇവനുള്ളതോ കുറയാതെയും ലഭിക്കുന്നതാ. ഒരു സദഖ ചെയ്യുമ്പോ എന്റെ വാപ്പാക്ക്, നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു, ഒരു ഗ്ലാസ് ചായ കൊടുക്കണം. പടച്ചോനെ ഇതിന്റെ കൂലി എന്റെ വാപ്പാക്ക്. പടച്ചോനെ റബ്ബേ പള്ളിയിൽ മാസവരി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കൂലി പ്രതീക്ഷിക്കുന്നുണ്ടോ? സെക്രട്ടറിനെ കാണുമ്പോ എന്തായാലും കൊടുക്കണം, അതിന്റെ പേരിലൊക്കെ ചെയ്യണം അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പള്ളിയിലെ മാസവരി കൊടുക്കണം, അല്ലെങ്കിൽ ഉസ്താദിന് പെരുന്നാപ്പണി കൊടുക്കണം. അള്ളാഹുവേ ഇത് കൂലിയുള്ളതാ, ഇതിന്റെ കൂലി എന്റെ വാപ്പാക്ക് കൊടുക്കണമല്ല. അള്ളാഹുവേ ഞാൻ പള്ളിയിലെ ഈ മാസത്തെ മാസവരി കൊടുക്കുന്നു, വരിസംഖ്യയുടെ കൂലി അള്ളാഹുവേ നീ എനിക്ക് തരും, അതെന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ ഹദിയാക്കി കൊടുക്കാണ്. എന്തേ കൊടുത്തൂടെ? അള്ളാഹു എന്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ പോ. എന്റെ മരിച്ചുപോയ വാപ്പാക്ക് എന്റെ ഗുണം കിട്ടണം. ഇത് കൂലിയുള്ള കാര്യമാണല്ലോ, ഒരു അമലാണല്ലോ ഭക്ഷണം കൊടുക്കല്. വാപ്പാടെ ഉമ്മാടെ മഗ്ഫിറത്തിന്റെ പദവിയിലേക്ക് അവരെങ്ങനെ അടുപ്പിക്കണം. മഗ്ഫിറത്തിന്റെ പദവി കിട്ടിയാലാണ് സ്വർഗം കിട്ടും. മഗ്ഫിറത്തിന്റെ പദവി കിട്ടിയാൽ അള്ളാഹു നമ്മോട് സന്തോഷത്തോടെ വർത്താനം പറയും. മഗ്ഫിറത്തിന്റെ പദവി അള്ളാഹു തരട്ടെ. സ്വർഗത്തിനേക്കാളൊക്കെ അപ്പുറമാണ് മഗ്ഫിറത്തിന്റെ പദവി. പരിശുദ്ധ ഖുർആൻ എവിടെ എടുത്തു നോക്കിക്കോ മഗ്ഫിറത്ത് പറഞ്ഞിട്ടാ സ്വർഗം പറഞ്ഞിട്ടുള്ളൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നഹ്. ഈ ആയത്തിൽ മഗ്ഫിറത്തിന് ശേഷമാണ് ജന്ന പറഞ്ഞത്. മഗ്ഫിറത്തിന്റെ പദവി അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അപ്പൊ രണ്ടാമത്തെ കടപ്പാട് മഗ്ഫിറത്തിന്റെ പദവി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും മറ്റു കർമ്മങ്ങളും ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യുക. മൂന്നാമത്തേത് അപ്പയും ഉമ്മയും ഏറ്റെടുത്ത ദൗത്യങ്ങൾ മക്കളെ പൂർത്തീകരിക്കണം. വാപ്പ ഏറ്റതാ, അത് ഞാൻ ചെയ്തോളാം. എന്റെ വാപ്പ ഏറ്റത് ഞാൻ ചെയ്തോളാം. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഇപ്പൊ വാപ്പ ഏറ്റ ഒരു കാര്യമാണ്, പറമ്പിൽ ഒരു 10 തെങ്ങിൽ 5 എണ്ണം പള്ളിക്ക് കൊടുത്തു. വാപ്പ ഏറ്റതാ. വാപ്പ ഏറ്റു, വാപ്പ മരിച്ചു, അല്ലാതെ അവിടെ തീർന്നു. പോരാ, ആ തെങ്ങുള്ളിടത്തോളം കാലം കൊടുക്കണം. അത് കഴിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റുമെങ്കിൽ 2 തെങ്ങ് വെച്ച് വേറെ കൊടുക്കണം. ഇതൊക്കെ മക്കള് വാപ്പ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. മാതാപിതാക്കൾ ഏറ്റെടുത്ത കാര്യങ്ങൾ മക്കൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാലാമത്തേത് വാപ്പയിലേക്കും ഉമ്മയിലേക്കും എത്തിച്ചേരുന്ന കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കണം. ഇടക്കിടക്ക് മൂത്താപ്പാടെ വീട്ടിൽ നിന്ന് പോണം. എന്ത് കാരണം? വാപ്പ ഉണ്ടായിരുന്നു, വാപ്പ 10 ദിവസത്തിൽ ഒരിക്കൽ പോയിക്കൊണ്ടിരുന്നതാ. ആഴ്ചയിലൊരിക്കൽ വാപ്പ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളുണ്ട്. ആഴ്ചയിലൊരിക്കൽ പോണ്ട, മാസത്തിലൊരിക്കൽ പോകും. വേണ്ട സൗകര്യങ്ങളുണ്ടല്ലോ, ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം. വാപ്പയും ഉമ്മയും മുഖേന ചേർക്കപ്പെട്ടുകൊണ്ടിരുന്ന കുടുംബ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. ജീവിച്ചിരിക്കുന്ന മക്കൾ, ഇതൊക്കെ വാപ്പാനോടും ഉമ്മാനോടും ചെയ്യാവുന്ന കടപ്പാടുകളാണ്. അവർ മരിച്ചാലും ചെയ്തു കൊടുക്കാം. അഞ്ചാമത്തേത് രണ്ടുപേരുടെയും കൂട്ടുകാരെ, അവർ വന്നിച്ചിരുന്ന ഗുരുനാഥന്മാരെ ഒക്കെ നമ്മളും ബഹുമാനിക്കണം, സ്നേഹിക്കണം. വാപ്പയും ഉമ്മയും അങ്ങനെയുള്ള എന്താ ചെയ്തിരുന്നത്, അവർ നമ്മളും ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇമാം മുസ്ലിം സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു നാട്ടിൻപുറത്തുകാരനായ മനുഷ്യന് വേണ്ടിയിട്ട് താൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി അയാൾക്ക് സഞ്ചരിക്കാൻ സൗകര്യം കൊടുക്കാം. സ്വഹാബികൾ ചോദിച്ചു, എന്തേ? ഇദ്ദേഹത്തിന്റെ വാപ്പ എന്റെ വാപ്പ ഉമർ ഇബ്നുൽ ഖത്താബുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു.
ഇദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന ഇദ്ദേഹത്തിന്റെ വാപ്പയോടുള്ള ആദരവാണ്. ആ ആദരവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് അദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആദരവാണ്. എന്റെ വാപ്പയെ ആദരിക്കും പോലെയല്ല എന്റെ വാപ്പയുടെ കൂട്ടുകാരൻ ഞാൻ ആദരിക്കുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊന്നുമോൻ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഉമ്മാക്ക് ഗുണം ചെയ്യാൻ ഉമ്മ ഇല്ലല്ലോ നബിയെ. എനിക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു അമല് ചെയ്യണം, എനിക്ക് വലിയ സന്തോഷം കിട്ടുന്ന ഒരു അമല് ചെയ്യണം. അപ്പൊ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മാക്ക് നീ എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്താ വലിയ സന്തോഷം കിട്ടുന്ന ഒരു അമൽ അതായിരിക്കും. അള്ളാഹുവിന് വലിയ പൊരുത്തത്. നബി എന്റെ ഉമ്മ മരിച്ചുപോയി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നിന്റെ ഉമ്മയുടെ സഹോദരി ഉണ്ടാവും, ഒരു മൂത്തുമ്മ ഉണ്ടാവും അല്ലേ, ഒരു കുഞ്ഞുമ്മ. ആ ഉമ്മയുടെ സഹോദരിക്ക് പോയി ചെയ്താലും ഉമ്മാക്ക് ചെയ്ത കൂലി കിട്ടും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹിലും ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അങ്ങ് പാടെ കൈയൊഴിഞ്ഞു പോവാൻ പാടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ഉണ്ട്. അവരുടെ ജീവിതത്തിന്റെ സമയങ്ങൾ നമ്മൾ മാനിക്കാറില്ല. അവരങ്ങ് മരിച്ചു കഴിയുമ്പോൾ അവരുടെ വില അറിയും. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പ്രിയ 2 സുഹൃത്തുക്കളുടെ വാപ്പമാർ മരണപ്പെട്ടിരുന്നു. അവരുടെ മരണാനന്തരമുള്ള വാപ്പയുടെ വിലയും വാപ്പയെ അവർ മാനിച്ചിരുന്നതിന്റെ രീതികളും അവരുടെ കണ്ണുനീര് നമ്മളോട് 1000 വഅ്ള് പറഞ്ഞു തരുന്ന പോലെയാണ്. അത്രത്തോളം മാതാപിതാക്കളുടെ മൂല്യം വലുതാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഹദീസ് കാണാം, കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിൻഹാ മാ യശാ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ فإنه يعجل لصاحبه في الحياة قبل الممات. എല്ലാ പാപവും അള്ളാഹു വേണമെങ്കിൽ പുറത്തു തന്നേക്കാം. അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു വേണമെങ്കിൽ പുറത്തു തന്നേക്കാം. അതിനുള്ള സാധ്യതകളേറെ. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത് ഒഴിച്ച് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മൾ കാരണം നമ്മുടെ ഉമ്മ വിഷമിച്ചാൽ, നമ്മൾ കാരണം നമ്മുടെ വാപ്പ വിഷമിച്ചാൽ അത് അല്ലാഹ് പൊറുക്കൂല. അത് അല്ലാഹ് പൊറുക്കൂല. അത് അല്ലാഹ് പൊറുക്കൂല. ഫഇന്നഹു യുഅജ്ജലു ലിസ്വാഹിബിഹി. ഉമ്മാടെ മനസ്സിൽ വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ, വാപ്പാടെ മനസ്സിൽ വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ച മോനെ അള്ളാഹു പെട്ടെന്ന് പിടികൂടുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹയാത്തി, ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് തന്നെ പിടികൂടും. ഖബലൽ മമാത്ത്, മരിക്കുന്നതിന് മുന്നേ വാപ്പാനെ വിഷമിപ്പിച്ചത് അനുഭവിച്ചേ പറ്റൂ. അതെങ്ങനെ അനുഭവിക്കാന്നറിയോ? അതനുഭവിക്കുന്നത് ഇമാം തൊബ്രാനിയുടെ മറ്റൊരു ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട്. സീദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തൊരു ഉപദേശമായി മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവും പറയുന്നുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം. ജീവിച്ചിരിക്കുമ്പോ തന്നെ അത് അനുഭവിക്കേണ്ടവരും മക്കള്, മനം വാപ്പാനെ വിഷമിപ്പിച്ചിട്ട് അനുഭവിക്കേണ്ടവരും. ആ പറഞ്ഞത് എന്താണെന്ന് കുറച്ചും കൂടി വ്യക്തമാക്കി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരെങ്കിലും വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്താൽ, ഈ ഗുണം ചെയ്യുന്ന മോന്, ഈ ഗുണം ചെയ്യുന്ന മോൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയുസ് കൂടുതൽ കിട്ടും. ആയുസ് കൂടുതൽ കിട്ടിയ നമ്മളെ നോക്കണ്ടേ? അതിനെന്താ? അങ്ങനെ ആയുസ് കൂടുതൽ കിട്ടുമ്പോൾ നമ്മളെ നോക്കാൻ അള്ളാഹു ഒരു മോനെ അല്ലെങ്കിൽ ഒരു മോളെ അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ആഖൽ അഖവാലിദൈനി ഖുസിറത് ഫി ഉംരിഹി, വാപ്പാനുമാനും വിഷമിപ്പിച്ച ഇവൻ ജീവിച്ചത്, വാപ്പാനുമാനും വിഷമിപ്പിച്ച് ജീവിച്ചവൻ, അള്ളാഹുവെ പടച്ചോൻ കാക്കട്ടെ, ഇക്കഴിഞ്ഞ ആഴ്ചയിലും അങ്ങനെ ഒരു വിഷമിപ്പിച്ച മോന്റെ കഥയും കേൾക്കേണ്ട വന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഖുസിറത് ഫി ഉംരിഹി, ഈ വിഷമം കൊടുത്ത മോന്റെ ആയുസ് അള്ളാഹു ചുരുക്കിക്കളയും. അല്ലാതെ തന്നെ ഇപ്പൊ ഈ കാലഘട്ടത്തിന്റെ ജീവിതങ്ങളൊക്കെ ആയുസ് ചുരുങ്ങിയതാ. വാപ്പാനുമാനും കൂടി വിഷമിപ്പിച്ച പിന്നെ ഒന്നും കൂടി ചുരുങ്ങും. മാത്രവുമല്ല,
ഇവനെ ഇടങ്ങേറാക്കുന്ന ഒരു സന്തതിയെ പിന്നാലെ അള്ളാഹു കൊടുക്കുകയും ചെയ്യും. അതും കൂടി അനുഭവിക്കണം. കുറഞ്ഞ കാലേ ആയുസ് ഉണ്ടാവുള്ളൂ. ആ കുറഞ്ഞ കാലത്ത് തന്നെ സ്വസ്ഥത ഉണ്ടാവില്ല. ഇവന്റെ പിള്ളേരെ കൊണ്ട് ഇവൻ ഇടങ്ങേറുണ്ടാവും. ഇമാം തബറാനി ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം. ഹദീസ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം. അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ. സ്വഹാബത്തെ, ഏറ്റവും വലിയ പാപം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു, പറയ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ കേൾക്കട്ടെ. ഏറ്റവും വലിയ പാപം അൽ-ഇശ്റാകു ബില്ലാഹ്. അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞ് ഷിർക്കിന്റെ മടങ്ങളിലെത്തി ഷിർക്കിലായ ഒരാൾ ജീവിക്കുക. മുസ്ലിമായിരുന്നു, ഇപ്പൊ അവൻ മുശ്രിക്കായി. അല്ലാഹ് പൊറുക്കൂല. അതേ സ്ഥാനത്ത് തന്നെയാണ് അടുത്ത കാര്യം പറഞ്ഞത്. മാതാപിതാക്കളെ വിഷമിപ്പിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഈ അർത്ഥത്തിൽ ലോകത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇന്നത്തെ അവസ്ഥ, ഈ സാഹചര്യം കൂടുതലല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വേഷപ്രച്ഛന്നനായി ജിബ്രീൽ വരികയാണ് അലൈഹിസ്സലാം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. മിഷ്കാത്തിന്റെ തുടക്കത്തിൽ കാണാൻ ഹദീസ്. അവസാനം ചോദിക്കുന്നുണ്ട്, ഖിയാമത്ത് നാൾ എന്നാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന മറുപടി, ചോദ്യകർത്താവാണ് ചോദിച്ചവനേക്കാളും അറിവുള്ളവൻ. ഒരു പക്ഷെ അങ്ങനെയാവാം. എന്നാലും അതിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു തരാം. കുറെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അടയാളം പറഞ്ഞു, അൻതലിദൽ അമത്തു റബ്ബത്തഹ. മക്കൾ ഉമ്മയെ അടിമയെപ്പോലെ കാണുന്ന ഒരു കാലം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരവസ്ഥ, അടിമയെപ്പോലെ ഉമ്മയെ കാണുന്നൊരവസ്ഥ മക്കളാൽ ഭൂമിയിൽ ഉണ്ടോ? എന്നാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജാഹിമ എന്ന് പറയുന്ന ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇമാം നസായിയുടെ സുനനിലുണ്ട് ഹദീസ്. മുആവിയ തങ്ങളെ തൊട്ട് നിവേദനം. ജാഹിമ വന്നുകൊണ്ട് ഹബീബിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബേ, അറത്തു അൻ അഗ്സുവ, ഒരു യുദ്ധത്തിന് പോവാൻ എനിക്ക് ഉദ്ദേശമുണ്ട് നബിയെ. വഖദ് ജിഅതു അസ്തശീറുക, നേരത്തെ തന്നെ യുദ്ധത്തിന് പോകാൻ ആളെ കൂട്ടുമ്പോ എന്നെയും കൂടി എണ്ണത്തിൽ ചേർക്കണേ എന്ന് പറയാൻ വേണ്ടി നേരത്തെ ഞാൻ ഇവിടെ വന്നതാണ് നബിയെ. ഞാനത് സൂചിപ്പിക്കാൻ വേണ്ടി, നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു വെക്കാൻ വേണ്ടിട്ട് വന്നതാ. ഞാനൊരു യുദ്ധത്തിന് പോയാലോന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹബീബിന് ആ സ്വഹാബിയുടെ വീട്ടിലെ വിവരമൊക്കെ അറിയാം. ചോദിച്ചു, നീ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു, നിനക്ക് ഉമ്മയല്ലേ ഒരു ഉമ്മ? ഹല്ലക്കമിൻ അതെ, എനിക്ക് ഉമ്മയുണ്ട്. ഉമ്മാനെ ഖിദ്മത്ത് ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ ഉമ്മ ഇപ്പൊ രോഗത്തിലല്ലേ? അതെ. അതാരെങ്കിലും ഏൽപ്പിക്കാൻ നബി, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ എന്നാലും മോനെ, നീ തന്നെ അത് ചെയ്യുമ്പോ ഉണ്ടല്ലോ, നീ യുദ്ധത്തിനേക്കാളും, യുദ്ധം ചെയ്യാൻ വരുന്നതിനേക്കാളും അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഫൽസംഹ, നിന്റെ ഉമ്മാനെ നീ കൂടെ കൂട്ടിക്കോ. ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അവിടെ തന്നെ നിന്നോ, നീ യുദ്ധത്തിന് വരണ്ട. ഫഇന്നൽ ജന്ന, യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ ഷഹീദായാൽ കിട്ടുന്ന ഒന്നാണ് സ്വർഗം. അത് നീ ഷഹീദാവാതെയും യുദ്ധത്തിന് പോവാതെയും തഹ്തരിജ് ലൈഹ, നിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ നിന്നും തന്നെ നിനക്ക് നേടാൻ കഴിയും. നസായി ഇമാം അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.